ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ അവിടുത്തെ സാക്ഷിയമായി നിൽപ്പാനിടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ തക്കവണ്ണം സർവശക്തനാവുന്ന ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ ആരംഭിക്കുന്നു. മലാഖി പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. മലാഖി പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 1-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുമോ? അവൻ പ്രസാദിക്കുമോ? എന്ന് നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. സ്വർഗത്തിലെ ദൈവത്തോട് യാചിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ സ്വർഗത്തിലെ ദൈവമേ, വീണ്ടും ഒരു നിമിഷം കൂടെ അവിടുത്തെ തിരുസന്നിധിയിലായി ഇരുപ്പാനിടയാക്കിയ ദൈവത്തിന് നന്ദി കരേറ്റുന്നു, സ്തുതി കരേറ്റുന്നു, സ്തോത്രം കരേറ്റുന്നു. ഹല്ലേലൂയ. കർത്താവാം ദൈവമേ, മലാഖി പ്രവചനത്തിൽ കൂടെ അവിടുന്ന് ചോദ്യാവലിയിൽ കൂടെ ചോദിച്ച 37 ചോദ്യങ്ങളിൽ 5ഉം 6ഉം ചോദ്യാവലി ഞങ്ങൾ അല്പസമയം അവിടുത്തെ വചനത്തിൽ കൂടെ അടി ഉറച്ചു നിന്നുകൊണ്ട് ധ്യാനിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. കർത്താവ് തന്നെ ഞങ്ങളെ വചനപ്രകാരം ജീവിപ്പാൻ അനുവദിക്കും. സാത്താന്യ ശക്തിയുടെ എല്ലാ തിന്മശക്തിയുടെ പോരാട്ടങ്ങളിൽ ഞങ്ങൾ വിടുവിച്ച് അവിടുത്തെ മക്കളാക്കി, അവിടുത്തെ രാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി, അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ന്യായവിധികളും ചട്ടങ്ങളും അനുസരിക്കുന്ന മക്കളാക്കി ഞങ്ങൾ വളർത്തും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു. നാം കർത്താവിൻ്റെ സന്നിധിയിൽ മലിന ഭോജനം അർപ്പിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് എപ്രകാരമാണ് നാം മലിന ഭോജനം അർപ്പിക്കുന്നു എന്ന് സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നാം സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മോടൊപ്പം പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു എങ്കിലും, നിങ്ങൾ നാവ് കൊണ്ട് എന്നെ ഉച്ചരിക്കുന്നു എങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് വളരെ ദൂരത്തായിരിക്കുന്നു. യഹോവ പറഞ്ഞതെന്തുവാണ്? അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരോടും സങ്കീർത്തനങ്ങളിൽ കൂടെ ആഹ്വാനം ചെയ്യുമ്പോൾ നാം നേരെ വിപരീതമായിട്ടാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ അപേക്ഷകളും യാചനകളും കഴിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം. യാഗപീഠം ഏതാണ്? നാം നമ്മുടെ പ്രാർത്ഥനയും അപേക്ഷകളും യാചനകളും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് പകരം നാം നേരെ വിപരീതമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. അതുകൊണ്ട് നാം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഉത്തരമായി നമുക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മലിന ഭോജനം അർപ്പിക്കുന്നുവെന്നാണ്. നാം നമ്മുടെ ഹൃദയത്തിൽ നിന്നല്ല, നമ്മുടെ ഹൃദയാന്തർഭാഗത്തിൽ നിന്നല്ല ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥന കഴിക്കുന്നത്. നമ്മുടെ അധരത്തിൽ നിന്നുമാണ് നാം സ്തോത്രയാഗം അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രതിഫലം കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. യഹോവയുടെ മേശയെങ്കിലേക്ക്, കർത്തൃമേശയെങ്കിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം എവിടെയായിരിക്കും? പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഭാരത്തോടും പ്രയാസത്തോടും കൂടെ ജീവിക്കുന്ന ജീവിതചര്യയിൽ കൂടെ ആയിരുന്നാലും നമ്മുടെ ഉള്ളിൽ കാണുന്ന കർത്താവ്, നമ്മുടെ ആന്തരിന്ദ്രിയങ്ങളെ കാണുന്ന കർത്താവ് ഉൾപൂവുകളെയും ആന്തരിന്ദ്രിയങ്ങളെയും കണ്ട് നമ്മുടെ മുഖസ്തുതി പറയുകയല്ല, നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരകനായി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന രക്തത്തിൽ കൂടെ നമ്മെ മോചിപ്പിച്ചെടുത്ത യേശു കർത്താവ് നമ്മോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾക്ക് പരിഹാരകനായി ഞാൻ എൻ്റെ സ്വപുത്രനെ തന്നുവല്ലോ എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൂടെ പിതാവായ ദൈവം തന്നെ പറയുന്നു എങ്കിൽ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എപ്രകാരമുള്ള യാഗങ്ങളാണ് കഴിക്കുന്നത്? ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മേശ നിന്ദ്യമെന്ന് അലക്ഷ്യമാക്കിക്കൊണ്ട് നാം ഹിതമല്ലെങ്കിലും, നാം അതിനെ അനുഭവിക്കാൻ യോഗ്യരല്ലെങ്കിലും
ഹിതമല്ലാത്ത രീതിക്ക് ചെന്ന് ദൈവത്തിൻ്റെ മേശയെങ്കിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ കഴിക്കുവാൻ നാം വ്യഗ്രതയോടുകൂടെ ഓടുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, നാം ഓരോന്നും ചിന്തിച്ചു കൊള്ളേണ്ടതാണ്. നാം എപ്രകാരമാണ് രോഗികളായിത്തീരുന്നത്? ദൈവത്തിൻ്റെ മേശ നിന്ദ്യം എന്ന് നാം എണ്ണുന്നതിനാൽ, അതിനെ അലക്ഷ്യമാക്കി തീർക്കുന്നതിനാൽ നാം നമ്മുടെ പാപത്തോട് പാപം കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാപത്തോട് പാപം മോചിച്ചു തരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതിനോടൊപ്പം പാപങ്ങളെ ഡബിളായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പറയുന്നതിനാൽ യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ യാചനകളും അപേക്ഷകളും ഇനി മേൽക്കൊണ്ടെങ്കിലും അപ്രകാരമാകാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്നെ നാം എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. അടുത്ത് 6ാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യവും ഉത്തരവും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 8ാമത്തെ വാക്യത്തിലാണ് 6ാമത്തെ ചോദ്യം വരുന്നത്. നിങ്ങൾ കണ്ണു പൊട്ടി അതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ദേശാധിപതിക്ക്, അല്ലെങ്കിൽ നാം ഒരു ഗസ്റ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നാം ആലയത്തിൽ പോകുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന നേർന്നിട്ട് സമർപ്പിക്കുന്നത് മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിക്കുമ്പോൾ, നാം മറ്റുള്ളവർക്ക് വേണ്ടി നല്ലതിനെ നോക്കിയെടുക്കുമ്പോൾ, അത് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഭവനത്തിൽ നല്ലൊരു 10 കുല ഒരുമിച്ച് കുലച്ചു വരട്ടെ. അതിൽ നാം ആദ്യമേ കുലയ്ക്കുമ്പോഴേ നേർന്നു വയ്ക്കും, ഇതാ ദൈവത്തിന് കൊടുക്കും. നല്ല കൊലയായിരിക്കും ലഭിക്കുന്നതെന്ന് വിശ്വസിക്കുക. നല്ല കൊലയായിരിക്കും അതിൽ ഉൽപ്പാദിപ്പിച്ച് വന്നത് എന്ന് വിശ്വസിക്കുക. പക്ഷെ നാം അർപ്പിക്കുമ്പോൾ, ദൈവത്തിന് അർപ്പിക്കുമ്പോൾ, പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചെറുത് നോക്കി ഏറ്റവും വലിപ്പത്തിൽ കുറവുള്ളത് നോക്കി നാം അർപ്പിക്കും. അതാണ് ഇവിടെ സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്രകാരമുള്ളതിനെ നിങ്ങളുടെ ദേശാധിപതിക്ക് അർപ്പിക്കുമെങ്കിൽ, മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിക്കുമെങ്കിൽ, കോഴിയായാലും പറവയായാലും പക്ഷി മൃഗാദികൾ ഏതു തന്നെ ആയിരുന്നാലും, കന്നുകാലികളായിരുന്നാലും, 4 കാലി മൃഗാദികൾ ഏതു തന്നെ ആയിരുന്നാലും, ഊനവും മുടന്തുമുള്ളതിനെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കായാലും മുഖ്യമന്ത്രിക്കായാലും അല്ലെങ്കിൽ ഏതെങ്കിലും VVIPകൾക്കായാലും അപ്രകാരമുള്ളതിനെ നാം കൊടുക്കുമോ? അപ്രകാരമുള്ളതിനെ നാം കൊടുക്കത്തില്ല എന്നാണ് ഇവിടെ സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നാം അങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം നമ്മിൽ പ്രസാദിക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നാം എപ്രകാരമാണ് നമ്മുടെ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കേണ്ടത്? നമ്മുടെ മനസ്സിൽ കാപട്യം ഉണ്ടാകരുത്, ചതി ഉണ്ടാകരുത്, വഞ്ചന ഉണ്ടാകരുത്. മറ്റുള്ളവരോട് സഹതാപത്തോടുകൂടെ, മറ്റുള്ളവരെ നാം സ്നേഹിക്കുന്നതിൽ കൂടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുക്കുന്ന വിദ്വേഷത്തോടു കൂടെ അല്ല, നാം സ്നേഹത്തിലും ഐക്യതയിലും കൂടെ മറ്റുള്ളവരെ എന്നെക്കാളും മറ്റുള്ളവരെ സ്നേഹിക്കുമെന്നുള്ള ഉറപ്പോടും വിശ്വാസത്തോടും കൂടെ. അതാണ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാണ്. അതിൽ വലിയൊരു കൽപ്പന ഒന്നും ദൈവം തന്നിട്ടില്ല. തമ്മിൽ സ്നേഹിക്കണം. ഈ സഹോദരങ്ങളോടുകൂടെ മനസ്സോടുകൂടെ സഹോദരങ്ങളോട് സംസാരിക്കരുത്. മനസ്സോടുകൂടെ സഹോദരങ്ങളുടെ മുമ്പിൽ നീ ഒരു കാര്യം ഒളിച്ചു വയ്ക്കരുത്. ഒരു കാര്യം സഹോദരൻ്റെ മുമ്പിൽ നീ ഒളിച്ചു വെച്ചാൽ സഹോദരൻ്റെ മുമ്പിലല്ല നീ ഒളിച്ചു വയ്ക്കുന്നത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. നിനക്ക് വേണ്ടി യാഗമായി തീർന്ന അത് യേശു കർത്താവിൻ്റെ സന്നിധിയിലാണ്. നിനക്ക് വേണ്ടി ഇന്നും പിതാവായ ദൈവത്തോടുകൂടെ മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നു എന്ന് ഉള്ള ഒരു പ്രത്യാശയും വിശ്വാസവും നിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. കൂടാതെ നീ നിൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും അപേക്ഷിക്കുന്നുണ്ടോ? നിൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും നീ യാചിക്കുന്നുണ്ടോ? നിൻ്റെ മക്കൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ ഭദ്രതയ്ക്ക് വേണ്ടി നീ കരയേണ്ട സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഈ സംഭവം ബഹുലമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ നമ്മെ ഓരോരുത്തരും വിളിച്ച ദൈവം വിശ്വസ്തൻ, ഓരോരുത്തരെയും വിളിച്ച അതാത് പദവികളിൽ നമ്മെ ആക്കിയിരിക്കുമ്പോൾ ആ പദവികളിൽ നാം അലക്ഷ്യതയോടുകൂടായിരിക്കാതെ സ്വർഗത്തിലെ ദൈവം പറയും പോലെ നല്ലതിനെ ദൈവത്തിന് കൊടുത്തിട്ട് തീയതിനെ നാം തന്നെ സ്വീകരിക്കുക.
തീയതിനെ നാം തന്നെ സ്വീകരിക്കുക. ദൈവം നമ്മിൽ പ്രസാദിക്കും. ആ ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഉള്ളത്തിൽ നിന്നും വരണം, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്നും നാം പ്രാർത്ഥിക്കണം. അല്ലാതെ ഇടയ്ക്ക് കയറി ഇടയിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയല്ല സ്വർഗത്തിലെ ദൈവം നിന്നോടും എന്നോടും ആഗ്രഹിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, പ്രാർത്ഥന ബാഹുല്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ നേരോടും നീതിയോടും വിശ്വസ്തയോടും കൂടെ നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുമെങ്കിൽ, അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എൻ്റെ പാപങ്ങൾ എത്ര കടുചുവപ്പ് തന്നെ ആയിരുന്നാലും, ഹിമം പോലെ രക്താംബരം പോലെ ചുവപ്പ് തന്നെ ആയിരുന്നാലും, ഹിമം പോലെ വെളുപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനാവുന്ന യേശു കർത്താവിൻ്റെ രക്തം നമ്മെ എല്ലാവരെയും ശുദ്ധീകരിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ അവിടുത്തെ മേശയെങ്കിൽ ഓഹരിക്കാരാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ നമ്മെ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നിസ്തുല്യമായ കരവലയത്തിൽ ഏവർക്കും താണിരിക്കാം. ആമേൻ, ആമേൻ.